السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر وإقام الصلاة وإيتاء الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പരിശുദ്ധമായ ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കുവാനും അതിൻ്റെ മുറ്റത്ത് ഇതുപോലെ കൂടിയിരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമുക്കിനി അധികം സമയമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് നമസ്കരിച്ച് പിരിയേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. കണ്ണൂർ ജില്ലയിൽ ഈ വില്ലകളെടുത്ത് വിൽക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് പൂർത്തിയായതിനു ശേഷം അവിടെയുള്ള വില്ലകൾ വലിയ വിലക്ക് വിറ്റ് പോകാൻ വേണ്ടി ചെയ്ത ഒരു തന്ത്രത്തെക്കുറിച്ച് പറയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ആദ്യമൊന്നും ഈ പ്രൊജക്റ്റ് കഴിഞ്ഞപ്പോൾ തീരെ പോയിരുന്നില്ല, ആരും വാങ്ങാനില്ല, ആളുകളില്ല, ഒരു ഫൈനാൻഷ്യൽ റെസഷൻ്റെ സമയമായിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് അതിലൊരു വില്ല ഒരു സിനിമാ നടിക്ക് എന്ത് ചെയ്തു, വളരെ വില കുറച്ചിട്ട്, മാർക്കറ്റ് വിലയേക്കാൾ വളരെ വില കുറച്ച് ഞാൻ കൊടുത്തു. ആ സിനിമാ നടി ആ വില്ല വാങ്ങിയതിന് ശേഷം പിന്നീട് ഞാൻ ഉദ്ദേശിച്ച വിലയുടെ ഇരട്ടി വിലയിൽ അടുത്തുള്ള വില്ലകൾ മുഴുവൻ ചടപടാന്ന് വിറ്റുപോയി എന്നാണ്. നമ്മുടെ അയൽപക്കത്ത് ഒരു മന്ത്രി വീടെടുത്ത് വരികയാണ്. നമുക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാവും. കാരണം
ആ മന്ത്രി ആ അയൽപക്കത്ത് വന്നു കഴിഞ്ഞാൽ അയാൾ നമ്മുടെ അയൽക്കാരനാവാൻ, അയാളുമായിട്ടുള്ള ബന്ധം നമുക്ക് ഭാവിയിൽ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാക്കാൻ പോവാണ്. അതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവും. ലോകം അറിയപ്പെടുന്ന ഒരു വലിയ ധനാഢ്യൻ നമ്മുടെ വീടിന്റെ അടുത്തൊരു വീടെടുത്ത് മാറാണെന്ന് വിചാരിക്കുക, നമ്മൾ എത്രമാത്രം സന്തോഷിക്കും. കാരണം അദ്ദേഹം മുഖേന നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ കിട്ടാനുണ്ട്. നമ്മുടെ പരിസര പ്രദേശത്ത് ഒരു പള്ളി വരുമ്പോൾ ഇതിനേക്കാളെല്ലാം എത്രയോ ഇരട്ടി സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടാവണം. കാരണം വരുന്നത് ഏതെങ്കിലും ഒരു ധനാഢ്യന്റെ വീടല്ല, ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വീടല്ല, MLA-യുടെയോ MP-യുടെയോ വീടല്ല, മറിച്ച് നമ്മുടെ പരിസര പ്രദേശത്ത് വരുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ വീടാണ്. രാജാധിരാജനായ അള്ളാഹുവിന്റെ വീടാണ്. അതിന്റെ ഗൗരവം അതെത്രമാത്രം വലിയ ബ്ലസ് ആണ്, അതെത്രമാത്രം വലിയ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ നമ്മുടെ തല കൊടുത്ത് ആലോചിക്കേണ്ടതുണ്ട്. പ്രപഞ്ചം എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണ അതൊരു 3 അക്ഷരമാണ്. നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കാറില്ല. നമ്മൾ കണ്ട അള്ളാഹുവിനെ കുറിച്ച് മാലിക് എന്ന് പറയുമ്പോൾ, രാജാവ് എന്ന് പറയുമ്പോൾ, സാധാരണഗതിയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു രാജത്വത്തിന്റെ ചിത്രമുണ്ട്. ആ ചിത്രം എന്താണ്? ഒരു രാജാവ്, രാജാതിരാജൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്താണ്? ഒരുപാട് നാടുകൾ അടക്കി ഭരിക്കുന്ന ഒരുപാട് രാജാക്കന്മാരുടെ രാജാവ് എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വരിക. പക്ഷേ അള്ളാഹുവിന്റെ മുലൂക്കിയത്ത് എന്താണ്? മാലിക് എന്ന അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ റബ്ബിന്റെ രാജാധികാരത്തിന്റെ പരിധി എത്രയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി, അള്ളാഹനെ അവർ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. പ്രപഞ്ചത്തിന്റെ രാജാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂര്യനെ കാണുന്നു. നട്ടുച്ച നേരത്ത് ആ സൂര്യനിലേക്ക് നോക്കാൻ നമുക്ക് കഴിയില്ല, നമ്മുടെ കണ്ണ് വേദനിക്കും. 14 കോടിയിലധികം കിലോമീറ്റർ അപ്പുറത്ത് നിന്നിട്ടാണ് ആ സൂര്യൻ ജ്വലിക്കുന്നത്. ആ സൂര്യന്റെ വലിപ്പമായി ഗോളശാസ്ത്രജ്ഞർ നമുക്ക് പറഞ്ഞു തരുന്നത് 15 ലക്ഷത്തോളം ഭൂമിയെ ഉൾക്കൊള്ളാൻ, 15 ലക്ഷത്തോളം ഭൂമിയെ ഉൾക്കൊള്ളാൻ. ഈ ഭൂമിയിൽ ഏതൊക്കെ പ്രദേശങ്ങൾ നമ്മൾ കണ്ടു? നമ്മുടെ മാപ്പിനികളും നമ്മുടെ ക്യാമറകളും ഭൂമിയുടെ ഏതെല്ലാം പ്രദേശങ്ങൾ ഒപ്പിയെടുത്തു? കടലിന്റെ ആഴി മുഴുവനായും എന്താണെന്ന് തിരിച്ചറിയാൻ ഇന്നും നമുക്ക് പറ്റിയിട്ടില്ല. ഇതുപോലെയുള്ള 15 ലക്ഷത്തോളം ഭൂമിയെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള വ്യാപ്തി നമ്മൾ കാണുന്ന ഈ സൂര്യനുണ്ട് എന്ന് പറയുമ്പോൾ, ശാസ്ത്രം പറയുമ്പോൾ, അതിനേക്കാൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, രാത്രിയാകുമ്പോ നമ്മൾ ആകാശത്തേക്ക് നോക്കുന്നു. ചെറിയ കുട്ടികൾ പാടാറുണ്ട്, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങുന്നതിനെ കുറിച്ച്, മിന്നാമിന്നികൾ എന്ന നക്ഷത്രങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആ നക്ഷത്രങ്ങളെല്ലാം നമ്മൾ കാണുന്ന സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളാണ്, വലിയ വിളക്കുകളാണ്. ഒരു പക്ഷേ 10 ലക്ഷമോ 15 ലക്ഷമോ 20 ലക്ഷമോ 25 ലക്ഷമോ 1 കോടിയോ ഭൂമിയെ പോലും ഉൾക്കൊള്ളാൻ വ്യാപ്തിയും വലുപ്പവുമുള്ള നക്ഷത്രത്തെയാണ് ഒരു ചെറിയ പൊട്ടുപോലെ, ഒരു ചെറിയ മിന്നാമിനിങ്ങനെ പോലെ നമ്മളൊക്കെ കാണുന്നത്. ഇതിന്റെ എല്ലാം രാജാധികാരിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതായി നമുക്ക് കാണാം. 1-ാം ആകാശത്തിന്റെ കീഴിലുള്ള സകലതും എടുത്തിട്ട് 1-ാമത്തെ ആകാശത്ത് വെക്കുകയാണെങ്കിൽ വലിയ മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരത്തിന്റെ വലിപ്പം മാത്രമേ ആകാശത്തിന് കീഴിലുള്ള മഹാപ്രപഞ്ചത്തിനുണ്ടാവുകയുള്ളൂ. ആ 1-ാമത്തെ ആകാശം 2-ാമത്തെ ആകാശത്തിലേക്ക് വെക്കുകയാണെങ്കിൽ മഹാമരുഭൂമിയിൽ ഒരു ചെറിയ മോതിരം വെച്ചതിന്റെ വലിപ്പം മാത്രമേ ആ 1-ാമത്തെ ആകാശത്തിന് ഉണ്ടാവുള്ളൂ. 7-ാമത്തെ ആകാശം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുടർന്നു. എന്നിട്ട് പറയാൻ, ആ വലിയ 7-ാമത്തെ ആകാശം, ആ ആകാശം അള്ളാഹുവിന്റെ അർശിൽ വെക്കുകയാണെങ്കിൽ അത് വലിയ മരുഭൂമിയിൽ ഒരു കല്ല് വെച്ചതുപോലെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമാത്രം വലുതാണ് ഈ പ്രപഞ്ചം, എത്രമാത്രം വ്യാപ്തിയുള്ളതാണ് ഈ പ്രപഞ്ചം. എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിനെ കുറിച്ചുള്ള പഠനം നടന്നുകൊണ്ടിരിക്കാൻ, ഈ ഭൂമിയിലുള്ളതുപോലെയുള്ള ജീവജാലങ്ങൾ പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കാൻ. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ പാരലൽ യൂണിവേഴ്സിനെ കുറിച്ചുള്ള പ്രവചനം നടത്തിയിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്.
അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക് ഹോൾ ഒരു പക്ഷേ പാരലൽ യൂണിവേഴ്സിലേക്കുള്ള മറ്റൊരു പ്രപഞ്ചത്തിലേക്കുള്ള വാതിലാകാം എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടാണ് അദ്ദേഹത്തെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ ഇവിടെ വാങ്ങിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ രാജാധികാരം എത്ര വലുതാണ്, അള്ളാഹുവിന്റെ മുലൂക്കിയത്ത് എത്രമാത്രം ബൃഹത്താണ്, എത്രമാത്രം വ്യാപ്തമായതാണ്. ആ റബ്ബിന്റെ, ആ രാജാധിരാജന്റെ, ആ ഖാലിഖുൽ മഖ്ലൂഖിന്റെ, ആ ജല്ല ജലാലിന്റെ വീട് നമ്മുടെ പരിസര പ്രദേശത്ത് വരുമ്പോ പ്രിയപ്പെട്ടവരെ, നാം എത്രമാത്രം ആനന്ദിക്കേണ്ടതുണ്ട്, നാം എത്രമാത്രം സന്തോഷിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ചില വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആയത്തുൽ കുർസി അങ്ങനെയുള്ള ഒരു വചനാണ്. സൂറത്തുൻ നബഇന്റെ ഏതാനും ആയത്തുകൾ അതുപോലെയുള്ള വചനങ്ങളാണ്. അള്ളാഹു പറയാൻ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض. അല്ലാഹു അവനല്ലാതെ ആരാധനയില്ല, അവൻ എന്നെന്നും നിലനിൽക്കുന്നവനാണ്. ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവനും ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റേത് മാത്രമാണ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അവന്റെ അനുവാദമില്ലാതെ അവനോട് ശുപാർശ നടത്താൻ ആരാണുള്ളത്? യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യവും പരസ്യവും അവന്റെ മുന്നിൽ തുല്യമാണ്, എല്ലാം അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. എത്ര റോക്കറ്റുകൾ വേണമെങ്കിലും നിങ്ങൾ വിക്ഷേപിച്ചു കൊള്ളുക, എത്ര ഉപഗ്രഹങ്ങൾ വേണമെങ്കിലും ഭൂമിക്ക് മുകളിലൂടെ വട്ടമിട്ട് പറക്കട്ടെ, എന്തെല്ലാം ഗവേഷണങ്ങൾ നിങ്ങൾ നടത്തിയാലും പടച്ചറബ് നിർണയിച്ച അറിവിന്റെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് കടക്കാൻ ഒരിക്കലും നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അവന്റെ സിംഹാസനമാകട്ടെ ആകാശങ്ങളെക്കാൾ ഭൂമിയേക്കാൾ പ്രപഞ്ചത്തെക്കാൾ വലുത് തന്നെയാണ്. ആ പ്രപഞ്ചത്തിന്റെയോ ആ പ്രപഞ്ചങ്ങളുടെയോ ആകാശങ്ങളുടെയോ ഭൂമിയുടെയോ ആ സിംഹാസനത്തിന്റെയോ സംരക്ഷണ കർത്തവ്യം അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരമുള്ള ഒന്നല്ല. വഹുവൽ അലിയുൽ അദീം. അവൻ എല്ലാം അറിയുന്നവനും മഹോന്നതനുമാകുന്നു. അലം നജഅലിൽ അർദ മിഹാദാ വൽ ജിബാല ഔതാദാ وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا. ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിധാനിച്ചു തന്നില്ലേ? നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചില്ലേ? ഉറക്കം നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നില്ലേ? പകലിനെ ഞാൻ നിങ്ങൾക്ക് ജീവിത സന്ധാര വേളയാക്കി തന്നില്ലേ? രാത്രിയെ ഞാൻ നിങ്ങൾക്ക് വിശ്രമത്തിനുള്ള വേളയാക്കി തന്നില്ലേ? വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ. നിങ്ങൾക്ക് മുകളിൽ 7 ആകാശങ്ങളെ അവൻ പടുത്തുയർത്തുകയും ചെയ്തില്ലേ? അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ റഫഅ സംകഹാ ഫസവാഹാ. അഹങ്കരിക്കുന്ന മനുഷ്യരോട് അല്ലാഹു ചോദിക്കുകയാണ്, അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ. നിങ്ങളാണോ ശക്തരായത്, അതല്ല ആകാശങ്ങളാണോ ശക്തമായത്? ആകാശങ്ങളുടെ സൃഷ്ടിപ്പാണോ കൂടുതൽ കാഠിന്യമേറിയത്, അതല്ല നിങ്ങളുടെ സൃഷ്ടിപ്പാണോ കൂടുതൽ കാഠിന്യമേറിയതെന്ന് പടച്ചറബ് ചോദിക്കുകയാണ്. ഈ ആയത്തുകളെല്ലാം അള്ളാഹു പറഞ്ഞു തരുന്നത് അവന്റെ ഖുദ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കാനാണ്, അവന്റെ മഹാത്മ്യത്തെ കുറിച്ച് മനസ്സിലാക്കാനാണ്, അവന്റെ മുലൂക്കിയത്തിനെ കുറിച്ച് മനസ്സിലാക്കാനാണ്, അവന്റെ വ്യാപ്തി, അവന്റെ അധികാരത്തിന്റെ വ്യാപ്തിയെ കുറിച്ച് മനസ്സിലാക്കാനാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സീനാ പർവ്വതങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് റബ്ബിനെ കാണണമെന്ന് വാശി പിടിക്കുകയാണ്. ആ കാണാൻ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം നിന്നപ്പോ അദ്ദേഹം കണ്ട കാഴ്ച എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. റബ്ബി അരിനി അൻദുർ ഇലൈക് ഖാല ലൻ തറാനി വലാകിൻ അൻദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്കാ വഖറ മൂസാ സഇഖാ ഫലമ്മാ അഫാഖ ഖാല സുബ്ഹാനക തുബ്തു ഇലൈക്
വഅന അവ്വലുൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ ചെറിയ സാമീപ്യം ആ മഹാപർവ്വതത്തിന്റെ മുകളിലേക്കുണ്ടായപ്പോ ആ പർവ്വതമതാ ഛിന്ന ഭിന്നമാവുകയാണ്. ആ പർവ്വതം പൊട്ടിത്തകരുകയാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. മനുഷ്യ ഹൃദയങ്ങൾ ഒരു മാറ്റവും വരുത്താത്ത കല്ലുകളെക്കാൾ ഉറച്ചുപോയ മനുഷ്യ ഹൃദയങ്ങൾക്ക് ഒരുപക്ഷെ പല വേലകളിലും അവഗണനയോടുകൂടി മാത്രം കേൾക്കുന്ന ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനമെങ്ങാനും ഒരു പർവ്വതത്തിന് മുകളിലേക്ക് അവതരിക്കുകയാണെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, ആ മഹാപർവ്വതങ്ങൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ തകർന്ന് തരിപ്പണമായി പോകുന്നതായി പ്രവാചകരെ താങ്കൾക്ക് കാണാം. അള്ളാഹുവിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ ഔന്നത്യത്തെക്കുറിച്ചും വിശദീകരിച്ച ആയത്തുകളാണ്. ആ റബ്ബിന്റെ ഭവനമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിസര പ്രദേശത്ത് വന്നിരിക്കുന്നത്. എത്രമാത്രം സന്തോഷിക്കണം നമ്മൾ, എത്രമാത്രം ആനന്ദിക്കണം നമ്മൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭവനത്തിന്റെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്റെ തൊട്ടു മുമ്പ് സംസാരിച്ച ഗുരുനാഥൻ അലി ഷാക്കിർ മുണ്ടേരി അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു സംഗതിയുണ്ട്. നാളെ ഹശ്റിന്റെ മൈതാനി എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്, ഭയാനകമാണ്. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനും വിവരിക്കാനും കഴിയാത്ത അത്രയും ഭയാനകം. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ. മുഖങ്ങൾ കരിഞ്ഞു പോകുന്ന ആ ദിവസം. ആ ദിവസത്തിൽ ഉമ്മക്ക് മകനെയും മകന് ഉമ്മയെയും ഭാര്യക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും ഒന്നും പരസ്പരം വേണ്ടാത്ത, പരസ്പരം മാനിക്കാത്ത ആ ദിവസം. പ്രവാചകന്മാര് പോലും അള്ളാഹുവിന്റെ കഠിനമായ കോപത്തിന്റെ മുന്നിൽ കിടകിടാ വിറച്ചു പോകുന്ന ദിവസം. ആ ദിവസത്തിൽ ചില വിഐപികളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. 7ഓളം ആളുകൾ, 7ഓളം വിഭാഗങ്ങൾ. ആ 7ഓളം വിഭാഗങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒന്നാണ് അള്ളാഹുവിന്റെ ഭവനവുമായി ഹൃദയം കെട്ടുപിണഞ്ഞു കിടക്കുന്ന മനുഷ്യർ. അങ്ങനെ ചില ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. അവർ ദുനിയാവിൽ എവിടെ എത്തിയാലും അവിടെയുള്ള പള്ളികളുമായി അവരുടെ ഹൃദയം ബന്ധമുണ്ടാകും. പള്ളിയുടെ കാര്യം, സ്വന്തം വീടിന്റെ കാര്യത്തിന് ബേജാറാവുന്നത് പോലെ പള്ളിക്ക് വേണ്ടി ബേജാറാവുക. സ്വന്തം വീടിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഈ പ്രദേശത്തുകാരോട് അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടുകൂടി ഇസ്ലാഹോടുകൂടി പറയാനുള്ളത്, നിങ്ങൾക്ക് അതിനുള്ള അവസരമാണ്. ആ ഭയാനകമായ ദിവസത്തിൽ അള്ളാഹുവിന്റെ അർശിന്റെ സാന്ത്വനത്തിന്റെ തണലിലേക്ക് മാറി നിൽക്കാൻ ആ വിഭാഗത്തിൽ പെടാനുള്ള അവസരമാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ മഹനീയമായ ഭവനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഉൾക്കൊള്ളാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഭയാനകമായ ദിവസത്തിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണലിൽ അഭയം പ്രാപിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പള്ളി ഇന്ന് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ, വലിയൊരു കെട്ടിടമായി നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുമ്പോൾ, ഈ വെള്ള പെയിന്റിൽ ഒരുപാട് മനുഷ്യരുടെ വിയർപ്പുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഒരുപാട് മനുഷ്യരുടെ വിശാലമായ മനസ്സുണ്ട്. ഈ അർശിന്റെ തണൽ നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ മറ്റൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ദാനധർമ്മികൾ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത, ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയാത്ത രീതിയിൽ അള്ളാഹുവിന്റെ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവർ. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുടെ കഠിനമായ പ്രയത്നം തന്നെയാണ് അള്ളാഹുവിന്റെ ഈ ഭവനം. സ്വന്തം വീടിന് വേണ്ടി, സ്വന്തം മക്കൾക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് പോലെ ഈ പള്ളിക്ക് വേണ്ടി ചെലവഴിച്ചവരുണ്ട്. അവരൊന്നും ഒരിക്കലും നമ്മിൽ നിന്ന് എന്തെങ്കിലും ഒരു അപ്രിസിയേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യുപകാരങ്ങളോ പ്രതീക്ഷിക്കുന്നില്ല. ലിവജഹില്ല, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം 1ാമത്തെ തവണ സൂറിൽ ഊതുന്നത് വരെ ഈ പള്ളിയിൽ സുജൂദ് നടക്കണം. ഈ പള്ളിയിൽ സുജൂദ് നടക്കുന്ന അത്രയും കാലം തീർച്ചയായും ഇതിനു വേണ്ടി ചെലവ് ചെയ്ത ആളുകൾ, ഇതിനുവേണ്ടി പണിയെടുത്ത ആളുകൾ, ഇതിനുവേണ്ടി വിയർപ്പൊഴുക്കിയ ആളുകൾ, അവർ മരിച്ചുപോയാലും അവരുടെ ഖബറിലേക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മഴയായി വർഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നു കൊടുക്കുമാറാകട്ടെ. ഈ പള്ളിക്ക് പിന്നിൽ സ്വന്തം തടി കൊണ്ടും
സ്വന്തം സമ്പത്ത് കൊണ്ടും പ്രവർത്തിച്ച ഏവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഈ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ ഖബറിലും നാളെ ഹശ്റിന്റെ മൈതാനിയിലും സ്വർഗത്തിലും ഒരിക്കലും അവർക്ക് കണക്ക് കൂട്ടാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സവാബിന്റെ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭവനത്തെ മാറ്റുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.